നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി സിപിഎമ്മും സിപിഐയും തമ്മിൽ നിലനിൽക്കുന്ന തർക്കം ഇടത് മുന്നണിയിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സിപിഎമ്മിന് തന്നെയാണെന്നും വിഷയത്തിൽ സിപിഐയുമായി ഇനി യാതൊരുവിധ ചർച്ചകൾക്കുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്പീക്കർക്ക് കൈമാറുന്ന ഔദ്യോഗിക കത്തിൽ പ്രതിപക്ഷ ഉപനേതാവായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ KN ബാലഗോപാലിന്റെ പേര് നിർദ്ദേശിക്കുമെന്നാണ് പിണറായി വിജയൻ അറിയിച്ചത്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷി എന്ന നിലയിൽ പ്രതിപക്ഷ ഉപനേതാവ് പദവിക്കായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരസ്യമായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ ഉപനേതാവ് ആരെന്ന് സ്പീക്കറെ അറിയിക്കേണ്ട പൂർണ്ണമായി ചുമതല പ്രതിപക്ഷ നേതാവിനാണെന്ന സ്പീക്കറുടെ അഭിപ്രായം ചൂണ്ടിക്കാട്ടിയാണ് പിണറായി വിജയന്റെ ഉറച്ച നിലപാട്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക കത്ത് വൈകാതെ തന്നെ സ്പീക്കർക്ക് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കത്തിൽ പ്രതിപക്ഷ ഉപനേതാവായി നിർദ്ദേശിക്കുന്നത് CPM-കാരനെയാണോ അതോ CPI-കാരനെയാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതിനെന്താ ഇത്ര സംശയം, CPM-കാരൻ തന്നെയായിരിക്കുമെന്ന മൂർച്ചയേറിയ മറുപടിയാണ് പിണറായി നൽകിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ KN ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവാക്കാൻ കത്ത് നൽകുമെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. മുൻ LDF സർക്കാരുകളിലും മുന്നണി സംവിധാനത്തിലും രണ്ടാമത്തെ വലിയ ഘടകകക്ഷി എന്ന നിലയിൽ CPI ഉന്നയിച്ചു പോന്ന അവകാശവാദങ്ങളെ പാടെ നിരാകരിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ നീക്കം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിനായി CPI പരസ്യമായി രംഗത്തെത്തുകയും ബിനോയ് വിശ്വം വിഷയം മുന്നണിയിൽ ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പിണറായിയുടെ പരസ്യ മറുപടി. വിഷയത്തിൽ മേലിൽ CPI-യുമായി ചർച്ചകൾക്ക് സാധ്യതയില്ലെന്ന് അടിവരയിട്ട് പറയുന്നതിലൂടെ CPI നേതൃത്വത്തെ രാഷ്ട്രീയമായി കടുത്ത പ്രതിരോധത്തിലാക്കുകയാണ് CPM ചെയ്തിരിക്കുന്നത്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയെ പൊതുമധ്യത്തിൽ ഇത്തരത്തിൽ വെല്ലുവിളിച്ചത് CPI-യോടുള്ള പരസ്യമായ അപമാനമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. CPM-ന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് മുൻപിൽ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നത് CPI അണികളിൽ വലിയ അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സഭയിലെ അംഗബലവും ഭരണഘടനാപരമായ നിബന്ധനകളും മുൻനിർത്തിയാണ് CPM തീരുമാനം കൈക്കൊള്ളുന്നതെന്നാണ് പിണറായി വിജയന്റെ വിശദീകരണമെങ്കിലും മുന്നണി മര്യാദകൾ കാറ്റിൽ പറത്തിയെന്ന വികാരമാണ് CPI നേതൃത്വത്തിനുള്ളത്. സ്പീക്കർക്ക് കത്ത് നൽകുന്ന സാങ്കേതികത്വം ഉപയോഗിച്ച് മുന്നണിയിലെ രണ്ടാമത്തെ പദവിയെ പൂർണ്ണമായും വശത്താക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. പ്രതിപക്ഷത്ത് നിൽക്കുമ്പോഴും CPM വല്യേട്ടൻ കളിക്കുന്നു എന്ന പരാതി CPI-ക്ക് കാലങ്ങളായുണ്ട്. എന്നാൽ പുതിയ സംഭവങ്ങളോടെ അത് കേവലം ഒരു പരാതിയായി നിൽക്കാതെ രണ്ട് പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ബിനോയ് വിശ്വത്തെ പോലുള്ള ഒരു മുതിർന്ന നേതാവിന്റെ വാക്കുകൾക്ക് CPM നൽകുന്ന വില എന്തെന്ന ചോദ്യവും ഇതിലൂടെ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചകൾക്കുമില്ലെന്ന് CPM നിലപാടെടുത്തതോടെ വിഷയത്തിൽ CPI ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെ ആശ്രയിച്ചിരിക്കും ഇടതു മുന്നണിയുടെ ഭാവി. പിണറായിയുടെ പ്രസ്താവനയ്ക്കെതിരെ CPI പരസ്യമായി രംഗത്ത് വരാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ പോരാട്ടങ്ങളെ ഏകോപിപ്പിക്കേണ്ട ഘട്ടത്തിലാണ് ഇടതു മുന്നണിക്കുള്ളിൽ ഇത്തരമൊരു രൂക്ഷമായ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. ഇത് പ്രതിപക്ഷത്തിന്റെ നിരീക്ഷണങ്ങൾക്കും നീക്കങ്ങൾക്കും സഭയ്ക്കുള്ളിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി പിണറായി വിജയൻ നടത്തിയ പരസ്യമായ പ്രഖ്യാപനം പദവി തർക്കത്തിനപ്പുറം CPM-CPI ബന്ധത്തിലെ ആഴത്തിലുള്ള വിള്ളലിനെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പിണറായിയും അപമാനിതരായ CPI-യും നേർക്കുനേർ നിൽക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഇടതു മുന്നണിയിൽ വൻ പ്രകമ്പനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.